തന്റെ ഉദ്ദേശം? എന്താ? അല്ല, കോളേജ് തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. താൻ എന്റെ പുറകെ നിന്ന് മാറുന്നില്ല. എന്റെ കൂടെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നു, ഞാൻ കയറിയ അതേ ബസ്സിൽ കയറി ഇപ്പോഴും പുറകെ. എന്താ തന്റെ വിചാരം? ഇത് പബ്ലിക് റോഡാണ്. ഒരു ഇന്ത്യൻ പൗരന് ഇതിലൂടെ നടക്ക ആരുടെ അനുവാദം വേണ്ട. താൻ ഇന്ന് തല്ലുകൊണ്ടേ പോകൂ. എന്റെ വീടാ കാണുന്നത്. ഞാനൊന്ന് ഉറക്ക ഒച്ച വെച്ചാ മതി, എല്ലാവരും കൂടെ ഇവിടെ ഓടിയെത്തും. ചീപ്പാവാതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറഞ്ഞ് സ്ഥലം വിട്. അപ്പോ എനിക്ക് തന്നോടൊന്ന് പറയാനുണ്ടെന്ന് മനസ്സിലായല്ലേ? കാണാൻ കൊള്ളാവുന്ന പെമ്പിളേരെ കണ്ട തന്നെ പോലുള്ള പൂവാലന്മാർക്ക് എന്തെങ്കിലും പറയാനുണ്ടാവുന്ന മനസ്സിലാക്കാൻ അധികം ബുദ്ധിയൊന്നും വേണ്ട. ആര് പറഞ്ഞു കാണാൻ കൊള്ളാവുന്നു? തന്നെ തന്നെ വെറുതെ വിട്ടാ ശരിയാവില്ല. എത്ര നേരമായോ തന്നെ നോക്കിയിരിക്കുന്നു? കാശിന്റെ കാര്യം പറയാൻ മാത്രം ചൂടായ പോരാ. ക്ലാസ് കഴിഞ്ഞിട്ട് വരാൻ പറ്റും ഞാൻ പറഞ്ഞാണല്ലോ. മതി മതി, തർക്കിക്കാനൊന്നും സമയമില്ല. ആ ഷെഡില് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് രണ്ടാളെ നിർത്തിയിട്ടുണ്ട്. കൂടുതൽ ആളെ വേണേ പറഞ്ഞു. വേണ്ട, അവര് മതി. മതിയല്ലോ? അപ്പൊ പറഞ്ഞ പോലെ. സാർ, അപ്പൊ ഞാൻ പോയിട്ട് നാളെ ഗസ്റ്റ് ഹൗസിൽ വന്നാൽ മതിയല്ലോ? ഏത് ഗസ്റ്റ് ഹൗസ്? അത് മതി, അത് മതി. സാർ, തെരഞ്ഞെടുപ്പിന്റെ ബഹളത്തിനിടയിൽ സാർ എന്റെ കാര്യം മറന്നു പോകരുത്. ഞാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് സ്ഥലമാറ്റം കിട്ടാത്തതെന്ന് പറഞ്ഞ് അവൾ എപ്പോഴും എന്നെ കുറ്റം പറിച്ചില്ല. രാവും പകലും സാറിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ മാസം 6 കഴിഞ്ഞു. 6 മാസമായോ? ഓ, എന്ത് പെട്ടെന്നാ കാലം കടന്നു പോകുന്നല്ലേ. അതെ. അപ്പൊ പറഞ്ഞ പോലെ. എന്തായി സാർ? എല്ലാം ശരിയായി. സെലക്ഷൻ ഒക്കെ നേരത്തെ കഴിഞ്ഞതാ. അന്ന് നമ്മൾ MD വീട്ടിൽ പോയി കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇന്റർവ്യൂവിന് ചോദ്യം ഒന്നും ചോദിക്കില്ലെന്നേ. പേരെഴുതി മേശപ്പുറത്തേക്ക് എത്തിച്ചിട്ടല്ലേ ഞാൻ പോകുന്നത്. ഇന്റർവ്യൂ എന്നൊക്കെ പറയുന്നത് നാട്ടുകാരുടെ കണ്ണി പൊടിയിടാൻ ഒരു ചടങ്ങല്ലേ. ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ടാവും. ഡാഡിയെയും കൂട്ടി നേരെ അങ്ങോട്ട് വന്നാൽ മതി. ശരി സാർ. ചിറാപൂഞ്ചിയിൽ മഴ കൂടുതൽ പെയ്യുന്നതിനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പെയ്തോട്ടെ, എനിക്കെതിർപ്പൊന്നുമില്ല. കുടുംബാസൂത്രണത്തെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. കുട്ടികൾ എത്ര വരെ ആകാം? കുട്ടികളെ ഉണ്ടാവരുത്, അതാണ് എന്റെ അഭിപ്രായം. അതെന്താ? വഞ്ചിക്കപ്പെടുന്ന തൊഴിലില്ലാത്തവരുടെ എണ്ണം ഭാവിയിലെങ്കിലും കുറയുമല്ലോ. ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഇവിടുത്തെ പോലെ മിക്കവാറും എല്ലാ സ്ഥലത്തും സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാവും ഇന്റർവ്യൂ നടത്തുക. സെലക്ഷൻ കഴിഞ്ഞു എന്ന് മനസ്സിലായെങ്കിൽ പിന്നെന്തിനാ ഇന്റർവ്യൂവിന് വന്നത്? സാറന്മാരെ നേരിട്ട് കാണാൻ. രാത്രിയും പകലും ഉറക്കമൊഴിച്ച് പഠിച്ച് സർട്ടിഫിക്കറ്റുകളുമായി നിങ്ങളുടെ മുന്നിൽ ഭിക്ഷയ്ക്ക് വരുമ്പോൾ വിട്ടി ചോദ്യങ്ങൾ ചോദിച്ച് പരിഹസിക്കുന്നവരുടെ മുഖം ഒന്ന് കാണാൻ. ഗതികേട് കൊണ്ട് മുട്ടുമടക്കി നിൽക്കുന്നവരൊക്കെ കഴുതകളല്ലെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ. ഇത്തരം പ്രഹസനങ്ങൾ ഇനി ആവർത്തിച്ചാണ്ടല്ലോ എന്നെ പോലെ തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇവിടെ അടിച്ച പ്രശ്നം നോക്കിയോണ്ടല്ലോ. സുഹൃത്തുക്കളെ, ഇവർ നമ്മളെ ചതിക്കുകയാണ്. ആവശ്യമുള്ളവരൊക്കെ കൈക്കൂലി വാങ്ങി തെരഞ്ഞെടുത്തതിന് ശേഷം നമ്മളായിട്ട് കുരം കളിപ്പിക്കുകയാണ്. ഈ അനീതി സമ്മതിക്കരുത്. കൈക്കൂലി കൊടുക്കാൻ പണമോ രാഷ്ട്രീയക്കാർ ഹലോ, അതെ രാമേന്ദ്രനാണ്. ജാമ്യം എടുക്കാൻ ആൾ വന്നിട്ടുണ്ട്. രാമേന്ദ്ര, താൻ എന്നെ ഒന്ന് ചീത്ത വിളിക്കണോ? തന്റെ ഈ മൗനവ്രത മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുക. എടാ മജീദെ, കഴുതേ, നീ എനിക്കൊരു നിത്യ ശല്യമാണ്. ഒരു തവണയല്ല, ഇപ്പൊ പലതവണ തന്നെ ഞാൻ ലോക്കപ്പിൽ നിറക്കി. നീ എന്റെ ആരാടാ യൂസ്ലെസ്? മാമനോ മച്ചാനോ? വെറും ഒരു നാട്ടുകാരൻ. ഭക്ഷണം എന്റെ ചെലവി, വാടക എന്റെ പോക്കറ്റിൽ നിന്ന്. ഇറങ്ങാതെ എന്റെ ഇവിടുന്ന്, അല്ല ഇപ്പം നിന്നെ ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കും. അങ്ങനെ വല്ലതും പറയാ എന്റെ രാമേന്ദ്ര, പ്ലീസ്. ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്റർവ്യൂവിന് നിന്നത്. പക്ഷെ എങ്ങനെ സഹിക്കും? എടുക്കേണ്ടവരെ മുഴുവൻ എടുത്തിട്ട് അവന്മാർ എന്തിനാ ഈ പ്രഹസനം കാണിച്ചത്? എന്റെ നിയന്ത്രണം വിട്ടുപോയി. ഞാൻ പ്രതികരിച്ചു. ഈ നാട്ടിലെ അനീതി അധർമ്മം ഇല്ലാതാക്കലാണോ നിന്റെ ജോലി എന്നായിരിക്കും തന്റെ മനസ്സിലുള്ള ചോദ്യം. നിർത്തി, ഇന്നത്തോടെ ഞാൻ എല്ലാം നിർത്തി രാമേന്ദ്ര. എടോ, ഞാനിതെല്ലാം തന്നോടാ പറയുന്നത്. എന്റെ ഭാഗം മുഴുക്ക തനിക്ക് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദാ ഈ കണക്കുറ്റി നോക്കി നാളും പൊട്ടിക്ക്. എല്ലാം എന്റെ വിധിയാണ്. നാശം പിടിച്ച ജന്മം. ജനിച്ചപ്പോഴേ പടച്ചോൻ എഴുതി വെച്ചിട്ടുണ്ടാവും ഭൂമിക്ക് ഒരു ഭാരമായി മാറട്ടെന്ന്. പെറ്റുമ്മയ്ക്ക് പോലും വേണ്ടല്ലോ. അതല്ലേ 3ാമത്തെ വയസ്സിൽ ഉപേക്ഷിച്ചിട്ട് പോയത്. 3ാം വയസ്സിലെ കാര്യം പറഞ്ഞ് 30ാം വയസ്സ് കരയണ്ട. വെറും വയറ്റിലാണല്ലോ ഇറങ്ങിപ്പോയത്. അടുക്കളയിൽ ചോറിരിപ്പുണ്ട്, ചെന്ന് കഴിക്ക്. വിശന്നാൽ ആർക്കും കുറച്ച് ഭ്രാന്ത് പിടിക്കും. ചെന്ന് കഴിക്കടോ.